മുത്തു റസൂലുള്ളാഹിയുടെ പ്രസവ സമയത്തുണ്ടായ അത്ഭുത കഥകൾ, അതാണിപ്പോ ഇന്ന് ചർച്ച. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന താല്പര്യത്തോടുകൂടെ ഞാൻ എടുക്കുകയാണ്. ആർക്കും ഒരു എതിർപ്പ് കണ്ടില്ല. മൗനം സമ്മതം എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ അത്ഭുതം എന്താ അറിയോ? റവബിനു സഅദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങൾ പറഞ്ഞു, റഅതു ഉമ്മി ഹീന വളഅത്നി സ്വതഅ മിന്ന നൂറുൻ അളഅത് ലഹു ഖുസൂർ ബുസ്റാ. ഖുസൂർ ബുസ്റാ, ബുസ്റം എന്നല്ല, ബുസ്റാ. എന്റെ മാതാവ് എന്നെ പ്രസവിക്കുന്ന സമയത്ത് മാതാവിൽ നിന്ന് ഒരു പ്രഭ പുറത്തോട് വന്നു. ആ പ്രഭ ലോകത്തുള്ള അന്നത്തെ വലിയ കോട്ടകൊത്തളമായ ബുസ്രയുടെ കോട്ടകൊത്തങ്ങൾ വെളിവായി. അപ്പൊ നബിയെ പ്രസവിച്ചപ്പോ ഒളിവ് വന്നു. ആ ഒളിവ് ആകെ വന്നപ്പോ കൈസർ അല്ല ബുസ്രയിലെ മണിമാളിയെ കാണാൻ കഴിഞ്ഞു. അത്രയും അകലെയാണ് മക്കയിൽ നിന്ന്. അത് കണ്ടു നബിന്റെ ഒളിവെന്ന്. ആരെയും ആമിന ഇത് കണ്ടു എന്ന് നബി പറയാം. ഒബിരിവായത്തിൻ വേറെ റിപ്പോർട്ടിൽ കാണാം, അന്നഹ കാലത്ത് ലമ്മ വലഅതുഹു ഖറജ വലഹു നൂറൻ അളഅ ലഹു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി വഅളഅത് ലഹു ഖുസൂർ ശാം വഅസ്വാഖുഹാ ഹത്താ റഅത് അഗ്നാഖൽ ലിബിലി ബിബുസ്റാന. എന്താ റിപ്പോർട്ട് പറഞ്ഞത്? ആമിനാവി പറയാണ്, എന്റെ മോനെ ഞാൻ പ്രസവിച്ചു. ആ പ്രസവിക്കലോടുകൂടെ കുട്ടിന്റെ കൂടെ പ്രഭ കിട്ടു വന്നു, വെളിച്ചം കിട്ടു വന്നു. ആ വെളിച്ചം വന്നപ്പോ കിഴക്ക് പടിഞ്ഞാറ് എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല ഷാമിലെ കുസൂർ കോട്ടകൾ ആ ലൈറ്റിൽ മിന്നി മടങ്ങി. അവിടുത്തെ അങ്ങാടികൾ റെഡിക്ക് കണ്ടു. എത്രത്തോളം വെച്ചാൽ ഇസ്രയേലുള്ള ഒട്ടകങ്ങൾ, ആ ഒട്ടകക്കുള്ള പെരടികൾ വരെ ഞാൻ കണ്ടുവന്നു. നമ്മൾ ഇപ്പൊ ഇവിടെ ഫോട്ടം കാണുന്നതിൽ അങ്ങകലെ കിടക്കുന്നതിനെ മൊബൈലിലൂടെയും ടിവിയിലും കാണുന്നത് പോലെ അത് നേർക്കുനേരെ കണ്ടു. അത് ഫോട്ടോ അല്ല കണ്ടു. അത്രത്തോളം ഒരു ലൈറ്റും പ്രഭയും നബിന്റെ കൂടെ പ്രസവിച്ചു വന്നിട്ടുണ്ട്. ഈ സംഭവം സീറത്തുൽ അറബിയ 66 പേജിൽ തെരഞ്ഞോളൂ. ഇനി മറ്റൊന്ന്, അന്ന ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅത്ത് ഹീന വളഅതുഹു നൂറൻ അളഅത് ലഹു ഖുസൂർ ശാം. നബിന്റെ മാതാവ് നബിനെ പ്രസവിച്ചു. ആ സമയത്ത് ഒരു പ്രഭ ഇങ്ങോട്ട് വന്നു. ആ പ്രഭയിൽ ഷാമിലുള്ള കോട്ടകൾ കണ്ടു. അപ്പൊ ഖുസൂർ ബുസ്ര, ഖുസൂർ ഷാം, ബുസൂറിനെ ഒക്കെ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഷാമിലാണ് നടക്കുന്നതൊക്കെ. നബി അവിടെ മക്കത്താണ്. നബിന്റെ അമ്മ മക്കത്താണ്. ആ മക്കയിൽ വെച്ച് പ്രസവിക്കുമ്പോ അതിന്റെ കൂടെ കണ്ട വെളിച്ചത്തിൽ ഇതൊക്കെ തെളിഞ്ഞു കണ്ടു എന്നാണ്. അത്രത്തോളം വലിയൊരു പ്രഭയുണ്ടായിരുന്നു എന്നാണ്. ഖാല ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, സ്വഹഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം, ഇവർ രണ്ടുപേരും ഈ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ തെളിവിന് പറ്റി. ചരിത്രത്തിൽ ധാരാളം മതി. ഇത് ലൈഫായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അഖ്റജ അബൂ നുഐം عن عطاء بن يسار عن أم سلمة عن آمنة والدة النبي صلى الله عليه وسلم. അബൂ നഈം എന്നവർ അതാ ബിൻ യസാറിനെ തൊട്ട്, അതാ ബിൻ യസാർ ഉമ്മു സലമയെ തൊട്ട്, ഉമ്മു സലമ ആമിന ബിബിയെ തൊട്ട്. എന്താ പറഞ്ഞത്? കാലത്ത് മഹദി പറയാണ്, ലഖദ് റഅയ്തു, ഞാൻ കണ്ടു നിശ്ചയം. എന്ന് കണ്ടു എന്ന് പറയാൻ എങ്ങനെ കണ്ടു? സ്വപ്നല്ല. ഐ റുഇയത്ത് ഐൻ ബസരിയ യഖ്ലത്തൻ ലൈലത്ത വദഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ഞാൻ പ്രസവിച്ചു, എന്റെ കുട്ടിയെ പ്രസവിച്ചു. ആ രാത്രിയിൽ കണ്ണുകൊണ്ട് നേർക്കുനേർ ഉണർവിൽ ഞാൻ കണ്ടു എന്നർത്ഥം. സ്വപ്നമല്ല. നൂറൻ, ഒരു വെളിച്ചം കണ്ടു കണ്ടു. അളഅതിലു ഖുസൂർ ശാം, അങ്ങനെ ഷാമിലെ കോട്ടകൾ ആ ലൈറ്റിൽ തെളിഞ്ഞു. ഹത്ത റഅയ്തുഹ, ഇതുവരെ അതിനെ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടു മക്കയിൽ വെച്ചിട്ട്. ഇതാണ് നബിന്റെ ഉള്ളിൽ നബി തങ്ങൾ പ്രസവിക്കുന്ന സമയത്തുള്ള അത്ഭുതം.
ഈ അത്ഭുതം തന്നെ ഒളിവല്ലേ? ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു തആല പറഞ്ഞു, ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രഭ വന്നിട്ടുണ്ട്. ആ പ്രഭ ഏതാ? നബിയാണ്. ഈ സംഭവം നിഅമത്തുൽ കുബ്ര 142, 143 പേജ്. ഞാൻ ഇത് പറയുന്നത് കിതാബ് കയ്യിലുണ്ട്, നോക്കിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നോക്കൂ, ഇങ്ങനെ സംഭവം ഉണ്ടായി. ഈ സംഭവത്തെ ആസ്പദപ്പെടുത്തിക്കൊണ്ടല്ലേ നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തബൂക്ക് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങൾ തിരിച്ചു വരികയാണ്. ആ സമയത്ത് നബിയോട് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാന് അങ്ങയെക്കുറിച്ച്, മോനോട് പറയണത്, അങ്ങയെക്കുറിച്ച് മദ്ഹ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് നബി പറയുമ്പോൾ നബിനെ പുകഴ്ത്താന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരിട്ട് നബിയോട് പറയാണ്. അപ്പൊ നബി എന്താ പറയാ? എന്നെ പുകഴ്ത്തണ്ട, സിൽക്കാന്ന് പറഞ്ഞു. ഇല്ല. അപ്പൊ എന്താ കൊടുത്ത മറുപടി? ഖുൽ ലാ യഖ്ളില്ലാഹു ഫാക, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളെ വായ അല്ലാഹു തആല ഉണക്കാതിരിക്കട്ടെ, അല്ലെ കൂട്ടാതിരിക്കട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മദ്ഹ് ചെയ്യാൻ അനുമതി കൊടുത്തു. അങ്ങനെ കുറച്ച് ഖസീദ പാടിയിട്ടുണ്ട്. ആ ഖസീദയിലുള്ള പദ്യത്തിൽപ്പെട്ടതാണ് താഴെ പറയുന്ന 2 വരി പദ്യം. وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق ونحن في ذلك الضياء وفي النور وسبل الرشاد نخترق. സൗണ്ടേ ലേശം കോലപ്പെട്ടിരുന്നു, അതപ്പോ അങ്ങനെ. നബിയെ, നേരിട്ട് നബിനോട് പറയാം, അങ്ങേക്ക് ജന്മം നൽകപ്പെട്ടപ്പോൾ അസറക്കത്തിൽ നടന്നു, ഭൂമിയാകെ പ്രകാശിച്ചു. അങ്ങയുടെ പ്രഭ കൊണ്ട് ലോകം മുഴുക്കെ മേൽഭാഗമൊക്കെ എന്തായി? നിഗന്ധങ്ങളൊക്കെ എന്നിട്ട് പ്രഭയായി മാറി. ആ തെളിച്ചത്തിൽ കണ്ടു. അപ്പൊ ഞങ്ങൾ ആ തെളിച്ചത്തിൽ ഞങ്ങൾ, ഒഫിന്നൂരിയ പ്രഭയിൽ ഞങ്ങൾ, നന്മയുടെ വഴികളിൽ ഞങ്ങൾ, ഞങ്ങൾ അതിലെന്താണ്? നല്ലോണം പ്രവേശിച്ചു, എഴുത്തിറാക്ക് ചെയ്തർത്ഥം. വേണ്ടത് കരിഞ്ഞെടുത്തു, കരിഞ്ഞു അത്രത്തോളം ആയി നടത്തം, അത്രത്തോളം തിളക്കമുണ്ടായിരുന്ന പ്രഭക്ക്. ഇത് മദ്ഹ് ചെയ്തു പറഞ്ഞു. ഈ കഥ സീറത്തുൽ അലബി 67 കാണാം. ഇനി നോക്കൂ, വേറൊരു പദ്യം ശറഹുൽ അംസിയ 32, 132, 133 കാണാം. എന്ത്? വതറാഅതു ഖുസൂറു ഖൈസറ ബിർറൂം യറാഹാ മന്ദാറുൽ ബത്ആഉ എന്ന് കാണാം. വതറാഅതു ഖുസൂറു ബുസ്റ ബിർറൂം, റോം രാജ്യത്തുള്ള കൈസർ ചക്രവർത്തിയുടെ കോട്ടകൾ കണ്ടു. ഇങ്ങനെ തറാഅത്ത് എന്ന് പറഞ്ഞാൽ തുടരെ വന്നു എന്നർത്ഥം. അത് കാണാൻ കഴിഞ്ഞു അല്ലേ? യറാഹ, ആ കോട്ടകളെ കണ്ടു. മൻ ദാറുൽ ബത്ആഉ, വീട് മക്കയിലാണ്, മക്കയിൽ താമസിക്കുന്നവരൊക്കെ ആ കോട്ട കണ്ടു എന്നാണ്. അത്രത്തോളം തിളക്കം അതിനുണ്ടായിരുന്നു എന്ന്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അപ്പൊ അത് മനസ്സിലാകണ്ട നബിന്റെ പ്രഭ, നബിനെ പ്രസവിക്കുന്നതോടൊപ്പം വന്ന ഈ പ്രഭ. ഇവിടെ കൈസർ, ഉസൂർ കൈസർ എന്ന് പറഞ്ഞാല് ലഖബുൽ ലികുല്ലി മിൻ മലികി റൂം, റോം രാജ്യം കൈയടക്കി വെച്ച രാജാക്കന്മാർക്ക് പറഞ്ഞ പേരാണത്, ഒരു സ്ഥാനപ്പേരാണത്. പിന്നെ ബത്ഹാ എന്ന് പറഞ്ഞ മക്ക എന്നർത്ഥം. അതിന് യഥാർത്ഥ അർത്ഥം എന്താണ്? അൽ മസ്ദറുൽ വാസിഉല്ലദി ഫീഹി ദഖാഖുൽ ഹസ്ബ, ചെറിയ കല്ലുകൾ ഉള്ളതായ വിശാലമായ വെള്ളം ഒഴുകുന്നൊരു സ്ഥലം, അതിന്റെ പേരാണ് ബത്ഹാ. അങ്ങനെ തന്നെ മക്കയുള്ളത്. ഇവിടെ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താന്ന് നോക്കുക. ഈ ബെയ്ത്തും പാട്ടുകൾ പറഞ്ഞല്ലോ, അതിന്റെ അടിസ്ഥാനമുണ്ട്. വാസുറുദാരിക്കൽ ഹദീസ് സ്വദീഹി, വാസുറുദാരിക്കൽ ഹദീസ് സ്വദീഹി. ഇതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ സഹിയായ ഹദീസാണ്. എന്താണത്? അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നി അബ്ദുള്ള, നബി പറയാണ്, നിശ്ചയമാണ് ഞാൻ അള്ളാന്റെ അടിമയാണ്. ഖാത്തമുൻ നബിയിൻ, നബിമാർക്ക് അന്ത്യം കുറിച്ച് വന്നവനാണ്. അന്ന ആദമ ലമുൻജദിറുൻ ഫീ തീനത്തി,
ആദം നബി അലൈഹി സ്വലാം അഥവാ എന്റെ പിതാവായ മനുഷ്യപിതാവായ ആദം നബി ആ മണ്ണിൽ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സന്ദർഭം അതിൽ തന്നെ അന്നേ ഞാൻ നബിയാണ്. വസൗഖിബിറുക്കും നിങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു തരാം അന്താലിക്ക അതിനെ കുറിച്ച്. എന്നിട്ട് പറയുന്നു ഞാൻ ഇന്ന ദഅവത അബി ഇബ്രാഹിം എന്റെ പിതാവായ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ് ഞാൻ. അങ്ങനെ വരാൻ പ്രാർത്ഥിച്ചു, ഞാൻ വന്നു. അതാണല്ലോ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞത് റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്നായത്. റബ്ബനാ ഞങ്ങളാദാ വബ്അസ് ഈ പറഞ്ഞയക്കണേ ഫീഹിം അവരിൽ റസൂൽ ഒരു ദൂതനെ മിന്നും അവരിൽ തന്നെ ഒരു ദൂതനെ പറഞ്ഞയക്കണം. യത്ലുഅലൈഹിം ആ പ്രവാചകൻ അവരുടെ മേൽ ഓതി കൊടുക്കും ആയാതിക നിന്റെ ദൃഷ്ടാന്തത്തെ വയുഅല്ലിമുഹുൽ കിതാബ നിന്റെ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും വൽ ഹിക്മത മതവിധികളും പഠിപ്പിച്ചു കൊടുക്കും വയുസക്കീഹിം അവരെ സംസ്കരിക്കും ശിർക്കിനെ തൊട്ടാക്കാൻ മനസ്സ് ശുദ്ധിയാക്കി കൊടുക്കും. ഇന്നക നിശ്ചയമായിട്ടും നീ അൻതൽ അസീസുൽ ഹകീം നീ യോഗ്യനാണ് ഹകീമാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ഖുർആനിൽ പറഞ്ഞു. അതാണ് ഞാൻ. പിന്നെ പറഞ്ഞെന്താണ് ബിശാറത്തു ഈസാ നബി അലൈഹി സ്വലാം ഞാൻ വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്ത സന്തോഷ വാർത്ത കൊടുത്ത ആളാണ് ഞാൻ. അദ്ദേഹം വന്നു കഴിഞ്ഞു. ഉമ്മി അല്ലത്തി റാത്ത് എന്റെ ഉമ്മയുടെ സ്വപ്നമാണ് ഞാൻ. അതായത് ഉമ്മ നേർക്കുനേരെ കണ്ട പ്രകാശം കണ്ടല്ല, ആ ഉമ്മാന്റെ മോനാണ് ഞാൻ. ഉമ്മഹാത്തുൽ അംബിയായി ഇറങ്ങുന്ന ഇതേ പ്രകാരം അംബിയാക്കളും എല്ലാ മാതാക്കളും ഇങ്ങനെ കണ്ടിരുന്നു. ഇത് ഇബ്നു ഹിബ്ബാൻ അഹ്മദ് തുബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോ നബി തന്നെ നബിന്റെ അവിടുത്തെ മദ്ഹ് പാടിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഇന്ന ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅത്ത് നബിയുടെ മാതാവായ ആമിന ബിബി കണ്ടു. ഹീന വലഅതുഹു നബിയെ മഹദി പ്രസവിക്കുന്ന സമയത്ത് നൂറൻ അല്ലാഹു ഖുസൂർ ബുഷ്റാ അല ബുഷ്റ സാം അല്ലാഹു ഖുസൂർ സാം എന്ന് ഹദീസിൽ കാണാം. മുമ്പ് പറഞ്ഞല്ലോ, അത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞത് ഈ പദ്യമൊക്കെ എവിടെ തരാൻ കിട്ടും? ഇത് വതറാഅതു ഖുസൂർ ഖൈസറ ബിർറൂം തറാഹാ മന്ദാറുൽ ബത്ഹാഉ എന്നുള്ളത് ശറഹുൽ അംസിയ 132 133 കാണാം. ഇനി അന്നൽ ഫുസ ലമ്മ ഷാഹദു മാ വഖഅ സമന വിലാദത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പിറവി കാലത്ത് സംഭവിച്ചിരിക്കുന്ന കഥകൾ പേർഷ്യക്കാർ നേർക്കുനേരെ കണ്ടു. അതെന്താണ്? മിനൽ കറാമാത്തി നബിക്കുള്ള കറാമത്തുകളും ഖവാരിഖുൽ ആദാത്തി അസാധാരണ സംഭവങ്ങളും കണ്ടപ്പോ അവർക്ക് മനസ്സിലായി. അലിമു അവർ മനസ്സിലാക്കി ഉറപ്പിച്ചു ഇൽമൻ ജാസിമൻ നല്ല ഉറപ്പുള്ള സംശയമൊന്നുമില്ല. ബിമാ അഖ്ബറഹും ബി അഹ്ബാറുഹും അവരുടെ പണ്ഡിതന്മാരും ഉർഹബാനും അവരുടെ പുരോഹിതന്മാരും ഒക്കെ ആ ഒരു കാര്യം കൊണ്ട് ഇവർക്ക് വിവരം നൽകിയിട്ടുണ്ട്. അതെന്താണത്? മിൻ ഹുലൂലിൽ അവർ ശിക്ഷ ഇറങ്ങുക, മുസീബത്ത് ഇറങ്ങുക ഇത്യാദി കാര്യങ്ങളാണ് അവർ ഉറപ്പിച്ചറിയിച്ചത്. ഇനി രക്ഷയില്ലാന്ന് മനസ്സിലായി. കാരണം നബിന്റെ വരവ് അങ്ങനെയാണല്ലോ. അതാണ് സറഹുൽ അംസിയയിൽ പാടിയത്. എന്ത്? യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു ഇന്നഹും ഖദ് ഉൻദിറൂ ബിൽ ഹുലൂലിൽ ബുഅസി വന്നഖമീൻ. എന്താണ്? ഒരു ദിവസം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എന്ത്? വടക്കൻ ഇറാഖിൽ താമസിക്കുന്ന വലിയ സംഘമാണ് ഫുർസ്. അവർക്ക് തീർച്ചയായും മുന്നറിയിപ്പ് നൽകപ്പെട്ടു. ശിക്ഷ ഇറങ്ങും, മുസീബത്ത് ഇറങ്ങും. അത് നബിന്റെ വരവോട് കൂടിയാണ്. അവർക്ക് നാശമാണ്. ഈ വിവരം നൽകിയിട്ടുണ്ട്. ഇത് സറഹുൽ ബുർദ 333 385 ഈ പറഞ്ഞതാണ്. ഇങ്ങനെയെല്ലാം മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബിന്റെ അത്ഭുത പ്രസവത്തിൽപ്പെട്ട ഒന്നപ്പോ പറഞ്ഞത്. നബി അത്ഭുതമുള്ള ആൾ, എല്ലാം കൊണ്ട് അത്ഭുതമാണ് നബി. ഇനി നോക്കൂ, മറ്റൊരു അത്ഭുത കഥ നബിന്റെ പ്രസവരാത്രിയിൽ. എന്താണത്?
ആയത്തും മിൻകമാ തദഅൽ ബിനാഉ. ഇതൊന്ന്. അഥവാ കിസ്റ ചക്രവർത്തി കോട്ട തരിപ്പടമായി. അങ്ങയുടെ ഭാഗത്തുനിന്ന് നബിയെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കെട്ടിടങ്ങളൊന്നും പൊളിഞ്ഞു വീഴുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ വരവുകൊണ്ട് നമുക്കുണ്ടായി എന്നാണ്. അവിടെ തദാ എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം എന്താ വെച്ചാൽ തഹാദമ, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന. ഈവാൻ എന്ന് പറഞ്ഞാല് സ്വപ്പത്തും തവീരത്തും വാസ്യ, വിശാലമായി നീളമുള്ള കോട്ട എന്നാണ്. വൽഹാസിലും ഈ പറഞ്ഞതിന്റെ ടോട്ടൽ എന്താണെന്നറിയാമോ? അന്നദാലിക്കൽ ഈവാന കാനമിൻ ആജിബിദ്ദുനിയ. ഈവാൻ എന്നുള്ളത് മഹാ അത്ഭുതത്തിൽപ്പെട്ട ഒന്നായിരുന്നു. സഅത്തൻ വ ബിനാഉ വ ഇഹ്കാമൻ, ഉറപ്പിക്കുക, കെട്ടിടം, വിശാലത. അത്ര വെല്ലുവിളിക്കാൻ പറ്റുന്നൊന്നുകാരല്ല, അങ്ങനെയായിരുന്നു. സഹിയായ ഹദീസ് കാണാം. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖബറ, നബി തങ്ങൾ വിവരം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അന്നഹു ഇദാ ഹലക കിസ്റ ഫലാ കിസ്റ ബഅദ. ഇന്ന് അവിടെ നിൽക്കട്ടെ, കിസ്റ നശിച്ചു പോകും. നശിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു കിസ്റ തന്നെ ഒന്നില്ല എന്നാണ്. അന്ന അംബാലുഹു കുനൂസഹു തുൻഫഖു ഫീ സബീലില്ലാഹ്. അവന്റെ സമ്പത്തുകളും അവന്റെ ഖനികളുമെല്ലാം അള്ളാന്റെ മാർഗത്തിലായി ചെലവഴിക്കപ്പെടും. ഫങ്കത മുൽഖു വസാല മിൻ ജമീൽ അർദ്. അങ്ങനെ അവന്റെ അധികാരം മുഴുവനും മുറിഞ്ഞുപോയി, ഇല്ലാതെയായി. ഭൂമിയിൽ നിന്ന് അവന്റെ മണം തന്നെ ഇല്ല, നീങ്ങിപ്പോയി. തമസ്സക മുൽഖുഹു കുല്ല വസ്സഖിൻ. എല്ലാവിധ പിച്ചിച്ചീന്തലും അവന്റെ അധികാരം ചിഹ്നിച്ചത് ഇട്ടു. അതിന്റെ കാരണം ഒന്നുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅ അലൈഹി. കിസ്റ ചക്രവർത്തിക്കെതിരെ നബികൾ പ്രാർത്ഥിച്ചു. ബിദാലിക, ഇങ്ങനെ നാശമാവണം, ചിഹ്നിച്ചു തരണം എന്നതുകൊണ്ട്. അതിന് കാരണം ഉണ്ടായിട്ടുണ്ട്. ലമ്മാ ജാഉ കിതാബത്തുൽ കിതാബു, നബിതങ്ങളെ ഭാഗത്തുനിന്ന് കിസ്റ ചക്രവർത്തി ക്ഷണിച്ച് കത്തയച്ചു. അപ്പം അസക്ക, കത്ത് വാങ്ങി പിച്ചു ചീന്തിയാണ്. വഖദ് ബശറ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തുഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമുദായത്തിനോട് സന്തോഷ വാർത്ത നൽകി. എപ്പോ? ഫീ ഹഫ്രിൽ ഖന്ദഖ്, മദീനക്ക് ചുറ്റുഭാഗത്തും സത്തുക തടുക്കാൻ വേണ്ടി ഖന്ദഖ് യുദ്ധം നടക്കുകയാണ്. ആ ഖന്ദഖ് യുദ്ധത്തിലാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ബി മിൽക്കി ബിലാദിഹി, അവന്റെ അധികാരം മുഴുവൻ നശിച്ചു പോകട്ടോ എന്ന് പറഞ്ഞു. അത് സംഭവിക്കുകയും ചെയ്തു. എന്നിട്ട് പറയട്ടെ, വക്കാല, നബിതങ്ങൾ പറഞ്ഞു, ഈ സുറാഖ, അത് സുറാഖയുണ്ട് അവിടെ, മൂപ്പരോട് പറയാണ്. വക്കാലമിൻ ഫുഖറായി സ്വഹാബി അസ്ഹാബിഹി, നബിതങ്ങളുടെ സ്വഹാബാക്കളിൽ സാധുവായ ഒരാളാണ് ആര്? സുറാഖ. കൈഫ ബിക്ക, എങ്ങനെ ഉണ്ടാവും സുറാഖെ നീ? ഇതാ ലബിസ്ത ശിവാറൈ കിസ്റ, കിസ്റ ചക്രവർത്തിയുടെ കയ്യുമ്മലുള്ള 2 വളണ്ട്, അത് ധരിച്ചാൽ നീ എങ്ങനെ ഉണ്ടാവുന്ന. ഫലമ്മ അത്താബി, അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞു. ആ സംഭവം നടക്കണമല്ലോ. നബി മരിച്ചുപോയി, അബൂബക്കർ റളിയല്ലാഹു പോയി, പിന്നെ വരുന്ന ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഫലമ്മ അത്താബിഹ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അന്ന് എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ ഉമർ റളിയല്ലാഹു അടുക്കൽ പിന്നെ ഇത് രണ്ടും കൊണ്ടുവരപ്പെട്ടപ്പോൾ അൽബസ ബഹുമ ഇയ്യാഹു, സുറാഖത്തിനെ വിളിച്ചിട്ട് ഈ 2 വള ധരിപ്പിച്ചു കൊടുത്തു. അതെന്തിന്? ഇളുക്കാറിൽ ഒഴിഞ്ഞെത്തി മുത്തിന്റെ പിതയുടെ അമാനുഷികത വെളിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒത്തിരി അങ്ങനെ പറഞ്ഞതല്ലേ, ഇപ്പൊ വെളിപ്പെട്ടല്ലോ. അതാലിക്ക എതിർ മുബീൻ, അനുവദിച്ചു തരാനുള്ള കാരണം ഇതാണ്. മൊയ്ജിദത്ത് എന്ന നിലക്ക് ഇട്ടുകൊടുത്ത അത് പാടില്ലല്ലോ. കാല, എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയാണ്, അൽഹംദുലില്ലാഹി അല്ലദീ സലബഹുമാ കിസ്റ വ അൽബസഹുമാ സുറാഖ. അല്ലാഹുവിനാണ് സർവസ്തുതി. എങ്ങനത്തെ അല്ലാഹു തആല? ആ 2 വള കിസ്റ ചക്രവർത്തി ഊരെടുത്തു അല്ലാഹ്. എന്നിട്ട് സുറാഖക്ക് അല്ലാഹു തആല എന്തായി ധരിപ്പിച്ചു. ഇതാണ് അല്ലാഹ്. വലോചിയും റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത്. ഇങ്ങനെയുള്ള കിസ്റ ചക്രവർത്തി അന്ന് വിറച്ചു എന്ന് നബിന്റെ ജന്മദിന നാളിൽ. ഇത് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ സറഹുൽ അംസിയ പേജ് നമ്പർ 117, 119 കാണും. ഇനി നോക്കൂ, ഷറഹുൽ ബുർദയെ പറ്റി പറഞ്ഞ പാട്ട്. വബാതൈവാനു കിസ്റ വഹുവ മുൻസദിഉൻ കശംലി അസ്ഹാബി കിസ്റ വൈറ മുൽതഇമി.
കിസ്റ ചക്രവർത്തിയുടെ കോട്ട അങ്ങനെ പാർത്തു. എത്തരത്തിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നത്. ഏതുപോലെന്ന് ചോദിച്ചാൽ കിസ്റയുടെ ചക്രവർത്തിയുടെ ശിഷ്യന്മാര് കൂട്ടാളികളൊക്കെ ഒരിക്കലും ഇണങ്ങിച്ചേരാൻ കഴിയാത്തതിന് ചിഹ്നിച്ചതിനതുപോലെ കിസ്റയുടെ കോട്ടയും കൊത്തിപ്പൊളിഞ്ഞു പോയി. അത് റസൂലുള്ളാഹിന്റെ ജന്മദിന നാളിൽ സംഭവിക്കുന്ന അത്ഭുതമാണ്. ഇനി മറ്റൊന്ന്, റസൂലുള്ളാഹിയുടെ പിറവിയുടെ രാത്രിയിൽ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ടു. എന്തിനാ വെളിപ്പെട്ടത്? അതിൻ്റെതായ ആൾക്കാരൊന്ന് ഉണരണം, ഒരു ചോദിക്കണം. അതിന് കാരണം എന്താണ്? അത് എന്താന്ന് ചോദിച്ചാല്, ആദ്യമായിട്ട് പറഞ്ഞാല് എല്ലാ വീടുകളും എങ്ങനത്തെ വീടുകൾ അറിയോ? ഇതാണ് തീയുള്ള എല്ലാ വീടുകളും എന്തായി? അതായി. എത്തരത്തിൽ അത് നല്ല വിഷമമുണ്ട്. എന്തുകൊണ്ട് വിഷമുണ്ടായി? ആ തീ കെട്ടുപോയി, ബലാൽ മുസീബത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഐ കൊല്ലുവായുധം ബുയൂത്തിനാരിൽ കുറിച്ച് പേർഷ്യയിലുള്ള തീയുള്ള എല്ലാ വീട്ടിൽപ്പെട്ട ആൾക്കാരും അല്ല തീക്കാരും യഅ്ബുദൂനഹ വയസ്തദ്ദു ഇഖാദുഹും ലഹാ ഹത്താ അന്ന ലഹ അൽബതനത്തിൽ ലം തഖ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? തീയിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീടും പേർഷ്യയിൽ അത് നബിന്റെ വരവോടുകൂടി പൊടിഞ്ഞുപോയി. ആ തീ കത്തിക്കല് 1000 വർഷക്കാലത്തോളം ഒരാരാധിച്ചിരുന്നു. ആ തീ കത്തിച്ചിട്ട് ഇതിന് കെട്ടുപോയിട്ടില്ല, അത്ര വർഷം നീണ്ടുന്നു. ഇപ്പൊ തരിപ്പണമായി നബി വന്നതോടുകൂടി. ഇത് ശറഹുൽ അംസിയ 120 കാണാം. വന്നാറു ഹാമിദത്തുൽ അംവാസി മിൻ അസഫിൻ അലൈഹി വന്നഹറു സാഹിൽ ഐനി മിൻ സദമി. എന്താ? പേർഷ്യയിലെ അഗ്നി കെട്ടുപോയി, അതിന്റെ എല്ലാം നിലച്ചുപോയി. ദുഃഖം കാരണമായിട്ട് അതിന് വല്ലാത്തൊരു ദുഃഖം ഉണ്ടായി. മാത്രമല്ല, ആ സാഹിൽ ഐൻ എന്ന് പറഞ്ഞാൽ അത് നടക്കലിനെ തൊട്ട് ആ പുഴ എന്തായി? അടങ്ങി നിൽക്കുകയാണ്. എന്ത് കാരണം കൊണ്ട്? അതിന്റെ മേലിൽ ദുഃഖിതമായതുകൊണ്ട്. അപ്പൊ ആ തീ കെട്ടുപോയത് കൊണ്ട് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിപ്പോയി. അതാണ്. ഇതും സറഹ് ബുർദ 341, 342, 343 കാണും ഇൻഷാ അല്ലാഹ്. ഇനി മറ്റൊരു അത്ഭുതം, അതെന്താണ്? സാവ തടാകം വറ്റി വരണ്ടു പോവുക. പേർഷ്യക്കാർക്കുള്ളതായിരിക്കുന്ന പുഴകൾ, തടാകങ്ങൾ അത് വറ്റി വരണ്ടു പോയി, ഭൂമിയിൽ കാണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ നീറായിനെ, അവിടത്തിൽ ഉള്ള അവരുടെ തീക്കുണ്ടത്തിനെ കെടുത്തിക്കളഞ്ഞു പോയോ എന്നാണ്. അപ്പൊ അത് കെട്ടുപോയി എന്നർത്ഥം നബിന്റെ വരവോടുകൂടി. ബുഹൈറത്തൊബിരിയ എന്ന് പേര് പറയാം. അവിടെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു. അതിന്റെ സാധാരണ വിശാലാഴ്ച നോക്കുമ്പോൾ ഒരിക്കലും പറ്റിപ്പോകില്ല. ആ നിലക്കുള്ള കുളമായിരുന്നു. അത് 6 മുഴം നീളവും 6 മുഴം വീതിയുമുണ്ട്. ഇതിന് സാവ എന്ന് പേരുണ്ട്. സാവ എന്ന് അറിയപ്പെടുന്ന നാട്ടിലേക്ക് ചേർത്തുകൊണ്ട് സാവ തടാകം എന്ന് പറയാം. ഈ സാവയുടെയും റയ്യിന്റെയും ഇടയിൽ 22 വർഷം ദൂരമുണ്ട്. അത്രയും ദൂരമുള്ള സ്ഥലമാണ്. ശറഹുൽ അംസിയ 121. ورد واردها بالغيظ نظمي. സാവ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ സാവ ദുഃഖത്തിലായിപ്പോയി. സാവക്കാരും മുഴുവനും എന്താ? അവരുടെ ബുഹൈറയിലുള്ള ആ ബുഹൈറുണ്ടല്ലോ, ആ ബുഹൈർ സാവ തടാകം പറ്റി വരേണ്ടി പോയി. ദാഹം കാരണം കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ കോപിതരായി അതിലേക്ക് വരുന്ന ആൾക്കാർ ആട്ടി കൊടുക്കാൻ മടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ അവസാനം വെള്ളത്തടവും പറ്റിപ്പോയി കഴിഞ്ഞു. ഒന്നും അവിടെ കിട്ടാനില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നത് നബിയുടെ അത്ഭുത കഥയായിട്ട് വന്നു തന്നെയാണ്.
كأن بالنار ما بالماء من بلل وزرم بالماء ما بالنار من ورم. ഏതുപോലെ ഇരിക്കും ചോദിച്ചാല് ആയിരക്കണക്കിന് വർഷക്കാലത്തോളം തീ കത്തിച്ച് ആരായിരുന്ന തീ, ആ തീ എന്താ ഇത് കെട്ടുപോയതിനു ശേഷം പറയാണ് ആ തീ പോലെയാണ് ഒന്ന്. നനബിൽ മായി മിമ്പലൽ, വെള്ളത്തിനെന്താ ഒരു നനവുമില്ല. ആ നിലക്കെന്തായി ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അത് മുസിപ്പോടുകൂടി ഇപ്പോൾ പറഞ്ഞതാണ്. ഒബിൽമാ ഇവ ബിന്നാരി പറഞ്ഞു കത്തിയാളുക എന്നൊരു തീയിന്റെ പരിപാടി കെടുന്നതിന് തീ അങ്ങനെയായിരുന്നു എന്നതുപോലെ തന്നെ അത് വറ്റുന്നതിന് സാവതടാകം അങ്ങനെയായിരുന്നു. അങ്ങനെ സാവതടാകം വറ്റിപ്പരണ്ട് പോയി, തീ കുണ്ടം പൊലിഞ്ഞു പോയി. അത് മഹാത്ഭുതമല്ലേ? മഹാത്ഭുതമാണിത്. അപ്പൊ അങ്ങനെ അവരാകെ പ്രയാസത്തിലും പ്രതിസന്ധിയൊക്കെ മാറിയിട്ടുണ്ട് എന്നർത്ഥം. പിന്നെന്താ, ഷറഹുൽ ബുർദ 346 347 കിട്ടും. ഇത് വഹാദിബിൻ അബ്ഹരി മുഅ്ജിസാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൽഹരി കറാമത്തിഹി, അതേ ഷറഹുൽ ബുർദ 347 കാണാം. ഇത് നബിയുടെ ഏറ്റവും വലിയ പ്രകടമായ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നബിക്ക് ഏറ്റവും പ്രധാനം നൽകിയത് കറാമത്തും വെളിപ്പെട്ടതിൽ തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് നബിന്റെ പ്രസവത്തിൽ നടന്ന കഥകൾ. അത്ഭുതമായ ചരിത്രങ്ങൾ നബിന്റെ വരവിൽ പ്രസവത്തോടുകൂടി നടന്നതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ മങ്കൂസ് കിതാബിലൊക്കെ പറഞ്ഞത് അതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ടല്ലോ. ഉരിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വനൂറു മിൻ വജനാതിഹി യതവഖദൂന. ഹബീബ് നേതാവ് സ്വന്തം ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രസവിക്കപ്പെട്ടു. എത്തരത്തിൽ അവരുടെ മുഖസ്ഥലത്തിൽ പ്രഭങ്ങനെ മിന്നിത്തിളകിക്കൊണ്ടിരിക്കുന്നു. ആ നിലക്ക പ്രസവിച്ചത്. കാലത്ത് മലായികത്തു സമാഇ ബിഅസ്രിഹിം ഉരിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു എന്ന് പറഞ്ഞില്ലേ? ആകാശലോകത്തുള്ള എല്ലാ മലായികത്തും ഒന്നടങ്കം പറഞ്ഞു ഹബീബായ കുട്ടിയെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്, ഇതുപോലൊരു കുട്ടിയെ ലോകത്ത് പ്രസവിക്കപ്പെട്ടിട്ടില്ല, ഇനി തൊടുകയുമില്ല എന്നാണ്. ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ധാരാളം ഇനിയുണ്ട്. അതൊക്കെ ഞാൻ എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇപ്പൊ അത്യാവശ്യം ഇത് മതി. ഇത് പറഞ്ഞ് നിർത്തുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി നമുക്ക് വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാവരും മനസ്സിലാക്കണമെന്ന് വീണ്ടും ഉണർത്തിക്കൊണ്ട് അഭിപ്രായം പറയണമെന്നും പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.